എന്തായി റിസൾട്ട്? എത്തിയിട്ടില്ല. 3:27 3 മണി എന്ന് പറഞ്ഞിട്ട് 3:27 ആയിട്ട് റിസൾട്ട് എത്തിയില്ല. അതിൻ്റെ ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം സ്കൂളിലേക്ക് ഞാൻ മെസ്സേജ് വിട്ടു നോക്കി, ഒന്നും അറിഞ്ഞിട്ടില്ല. ടീച്ചർ പറയുന്നുണ്ട് റിസൾട്ട് നോക്കണില്ല, മെസ്സേജ് ഇങ്ങോട്ട് ഇട്ടു. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇട്ടു, റിപ്ലൈ ഇല്ലാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കണ കണ്ടില്ലേ, ജയിക്കൂലേ? അയ്യേ ഇനി ചോദിക്കണ്ട. ആകെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഞാൻ 3 മണി വരെ പുറത്തേക്ക് പോയി മുങ്ങിയാണ് നോക്കി. ഈ സമയത്ത് പുറത്ത് വെച്ച് മുറ്റത്തേക്കും കൂടി പുറത്തേക്കും കൂടി ഇറങ്ങാത്ത ആളാണ്. എന്നിട്ട് ഇന്ന് അത് ഉച്ചക്ക് തന്നെ ഇവിടെ കാണാല്ല. ഇതിന്റെ ഞാൻ ഇപ്പൊ 3 മണി കഴിഞ്ഞിട്ട് റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടാവുന്ന കരുതിയിട്ട് എടുത്തിട്ട് വാ. ഇപ്പൊ ആകാംക്ഷയിൽ കത്ത് കേട്ടോ, ആകെ ടെൻഷൻ അടിച്ചിരിക്ക കേട്ടോ. പിന്നെ എല്ലാരും ഇങ്ങനെ ടെൻഷൻ ജീവിതത്തിൽ അടിക്കല്ല. പിന്നെ എല്ലാരും വിളിച്ച് ഇങ്ങനെ ചോദിക്ക എന്തായി എന്താ വിളിച്ച് ചോദ്യം തുടങ്ങിട്ടാ. എന്തായാലും ഗുണമായാലും ദോഷമായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ ഇതുണ്ടാവില്ലേ, ആരും വിളിക്കാണ് കേട്ടോ. നമ്മളെ ഫാമിലിയിൽ നിന്നാവും വിളിക്കണത് കേട്ടോ. നാടൻ ഫാമിലിത്തെ ആരെങ്കിലും വിളിക്കാവും. ഇത് ആണ് നമ്പറാണ്, റിസൾട്ട് അറിയാൻ വിളിക്കാവും. അപ്പൊ എല്ലാരോടത്തും പറയാ, എല്ലാവർക്കും കുറച്ചുകൂടി കേട്ടോ റിസൾട്ട് വെയിറ്റ് ചെയ്ത് പറയാ. ഒരു 3:30 വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഏതായാലും വന്നോ? ഇത് സാധിട്ട് വന്നതാണ്. 2A 2B 3B. പാസ്സായോ? അത് പാസ്സൊന്നും കാണിക്കണില്ല, നിക്കി. എന്തായി റിസൾട്ട്? എന്തായി പറയാ, റിസൾട്ട് എത്തിയിട്ടുണ്ട്. സാദി ആ കണ്ടത് എന്താണ്? ജയിച്ചോ? ജയിച്ചു. അപ്പൊ അതിന്റെ ഞാൻ കണ്ടു. പക്ഷെ ഇതെന്തോന്നും കണ്ണ് ഇരുട്ടടിച്ചിട്ടത് എന്തൊക്കെയാ മനസ്സിലാവണില്ലേ. ജയിച്ചുട്ടിയേ ഇങ്ങോട്ട് വാജേ. അങ്ങനെ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. ഒരു റിസൾട്ട് ഞാൻ അങ്ങോട്ട് നമ്പർ തന്നിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞുതരാം കാര്യം. ജയിച്ചിട്ടുണ്ട് കേട്ടോ. സാധ്യ വിളിക്കുന്ന ഇതിപ്പോ നമ്മള് സാദിക്കുട്ടിയാണ് നോക്കിയത്. ഓളാണ് അയച്ചു തന്നത്. നമ്മളിങ്ങനെ ഇതായിരുന്നിട്ട് ഞാൻ 3:15 തന്നെ ഓക്ക് മെസ്സേജ് സ്വാതി വരുന്നില്ല എന്താണ് ചോദിച്ചിട്ട്. അപ്പോൾ 3:30 ആവട്ടെ, 3:30 ഞാൻ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ കറക്റ്റ് 3:30 കഴിഞ്ഞപ്പോഴേക്ക് ഓള് അയച്ചിട്ടുണ്ട് ലിസ്റ്റ്. ഇനിയിപ്പോ നമ്മളെ സ്കൂളത്തെ ആ ഒരു ഇതിനും കൂടി നമ്പർ കൂടി അപ്പൊ അതിക്കും കൂടി എന്താ കുറവ്? എല്ലേതുണ്ടല്ലോ. അപ്പോ എല്ലേതും ഉണ്ട്. ഓൻ ഈ നിർത്താണ് അപ്പോഴും ഇപ്പോഴും നിന്നത്. ഓനപ്പോഴും നല്ല ഉച്ചിട്ടുണ്ട്, ഞാൻ ജയിക്കും. ഞാൻ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ എന്നാലും ഡീറ്റെയിൽസ് കാട്ടി കൊടുക്കണ്ട, ജയിച്ചതിന്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. പക്ഷെ നമുക്ക് താത്ത റിസൾട്ട് അറിഞ്ഞൂട്ടാ. ജയിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടോട്ട് മാറ്റി മാറ്റി കൈ പിടിക്കണേ. അപ്പൊ പറഞ്ഞോ ഇപ്പഴേ എന്തേലും 2 വർത്തമാനം പറയേ. സന്തോഷായില്ലേ? എന്താണ് ഇപ്പൊ തോന്നണേ? ഒന്ന് പറഞ്ഞ. നമ്മളെ ജീവിതത്തിലെ ഇപ്പൊ ഏകദേശം ഒരു ഭാഗം ആണ് ഇപ്പൊ ഇന്ന് കഴിഞ്ഞത്. അതിന്റെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ എല്ലാ ഇതും ഉണ്ട്. പക്ഷെ എല്ലാ വികാരങ്ങളും പക്ഷെ അവൻ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കില്ല എന്നുള്ളൂ കേട്ടോ. അതിന് ഇന്നലെ ഞാൻ ആ വീഡിയോയില് പറഞ്ഞില്ലേ, എന്താ പറയണ ഇങ്ങോട്ട് വാ. അച്ഛൻ എന്തോ ഒരു ഗിഫ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അച്ഛന് ഓൻ പറഞ്ഞേന്നു. ഞാൻ എന്താ വെച്ചാല് ചെറിയ സാധനം വാങ്ങാൻ വേണ്ടി പോയതാട്ടോ. കാരണം 3 മണിക്ക് ഇവിടെ നിന്നാ ഭയങ്കര ആകെ ടെൻഷനാകുക. അപ്പൊ 2 മണിക്ക് തന്നെ ഇവിടുന്ന് പോയി പുറത്തേക്ക് പോയി. ഇവിടെ നിന്നിട്ടേക്ക് നിപ്പോട്ടില്ല. കാരണം ആകെ ഇവിടെ ഇങ്ങനെ അടിക്കുക. എന്താ റിസൾട്ട് അറിഞ്ഞിട്ട് വരും. അപ്പോഴും 3:45 ഞാൻ ഇവിടെ എത്തി, അറിയണില്ല. പിന്നെന്താ പറയാ, ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാല് അപ്പൂസിന് അങ്ങനെ ഒരു വർത്താനത്തിന് ഇങ്ങനെ മാറ്റി മാറ്റി കളിച്ച് പറയുന്ന വർത്താനല്ല. അപ്പൊ ഓൻ പറയണതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാണ്. അപ്പൊ ആ ഒരു വിശ്വാസം വെച്ചിട്ട് സന്തോഷേട്ടന് എന്ത് ചെയ്തു,
എന്താ 2 മണിന്റെ മുന്നേ തന്നെ ഓനുള്ള ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിട്ട് ഓ, പോയി ഓന് അത് അവന് കാട്ടി കൊടുക്കാൻ നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതൊരു ചെല്ലേ എന്തേലും കാര്യം പേര് 10ാം ക്ലാസ് ജയിച്ചില്ല അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം പറയിച്ചു ഒരു പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് അറിയുന്നത് പിടിക്കണ അച്ഛൻ തരുന്നത് എന്താ നോക്ക് രണ്ട് കൈ കൊണ്ട് പോവാം. എന്താ നോക്ക് ഞാൻ പിടിച്ചേരാ ക്യാമറ ചെല്ലു ഞാൻ പൊട്ടിച്ചെടുത്ത് എന്താണ് അത് നോക്ക് എന്താ നോക്കണ എന്താ നോക്കണ അപ്പൂസിന്റെ അച്ഛൻ വാങ്ങിക്കൊണ്ട സമ്മാനം എൻ്റെ അമ്മേ. പൂസിന്റെ എന്താണ് ഇതൊക്കെ കാണിച്ചു കൊടുക്ക ചെറിയ വർത്താനം പറയുന്നേരും കാണിച്ചിട്ട് ഇന്നെങ്കിലും ഒരു കാര്യം പറയണ്ടേ ഇതൊക്കെ അച്ഛൻ ഇപ്പൊ പോയിട്ട് പിടിച്ച് വാങ്ങിക്കൊണ്ടുവന്നൊരു ഗിഫ്റ്റ് ആണ് അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ആക്കി വെക്കല്ലേ അവിടെ ഇരുന്നോപ്പോ അവന് ഭയങ്കര ആ അമ്മല്ല എന്ത് കുഞ്ഞു സാധനമാണെങ്കിലും അമ്മക്ക് കിട്ടുന്ന സന്തോഷം ഈ ഗിഫ്റ്റ് ഓൻ തന്നെ പൊളിച്ചു വെക്കല് അപ്പൊ ഇതാണ് അവിടെ ഇരുന്ന് വിളിക്കും അതിന്റെ ബില്ലല്ലേ ഇത് ബില്ലെടുത്തേക്ക് ബില്ല് നമുക്ക് എന്താണ് അപ്പൂസിന് ക്ലൂ കിട്ടിയില്ലേ അമ്മല്ല പൊളിക്കേ ഒരു ഉത്സാഹമല്ലല്ലോ ഇതൊന്നും കിട്ടിയിട്ട് എന്താ പിടിച്ചത് എന്താ കാട്ടി കൊടുക്കേ പൊട്ടിക്കല്ലേ പൊളിച്ച് കാട്ടിക്കൊടുക്ക യോ വർത്തനം പറഞ്ഞിട്ട് കേൾക്കൂല അമ്മ ചെയ്യുന്ന ഒരു ഇതാണ്. പൊട്ടിക്കല്ലേ എന്താ സെറ്റല്ലേ പുതിയ ഫോണാട്ടോ ആദ്യമായിട്ട് അച്ഛന് ഇതാ അപ്പൂസിന് SLC പാസ്സായിട്ട് പുതിയ ഫോണ് ഫ്രഷ് സാധനം റിയൽമീന്റെ ഫ്രഷ് ഫോണ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് സന്തോഷത്തില് എല്ലാരും ഞങ്ങളൊപ്പം ഉണ്ടാകൊണ്ടും ഒക്കെയാണ് നമുക്ക് എല്ലാ വിജയം ഉണ്ടാവണത് അല്ലേ അമ്മ നമുക്ക് ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹം ഉണ്ട് പിന്നെ അതേപോലെ നമ്മൾ അത്രയും സപ്പോർട്ടാക്കി കൊണ്ടുനടന്ന ഓരോരുത്തരെയും പ്രാർത്ഥനയും നമ്മളെ ഒരു കാരണം സപ്പോർട്ടും ഈ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചോ ഇതെന്താ നോക്ക് എനിക്ക് നടക്കണേ ഇനിയും ഉണ്ടാതൊക്കെ ഇനി എന്തെങ്കിലും ഒന്ന് പറയതില്ലേ എല്ലാരും ഇത് പ്രതീക്ഷിച്ചോ കരുണയുണ്ട്. ഇത് പ്രതീക്ഷിച്ചോ ഇല്ല ഇല്ല എന്നതിട്ടാ അപ്പൊ കുറച്ച് ദിവസമായി അമ്മേനോടും പറയണ എല്ലാരോടും പറയാൻ തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് അവരുടെ പുതിയ കവർ അതൊക്കെ അറിയാലേ ഇപ്പൊ ഇനി സെക്കൻഡ് അല്ല നമുക്ക് പുതിയ തന്നെ ആയിക്കോട്ടെ അത് റെഡിയാക്ക് അപ്പോൾ നോക്കി നമ്മൾക്ക് സന്തോഷം കൊണ്ട് എന്തൊക്കെ പറയണ്ടെന്ന് അറിയില്ല കാരണം നമ്മളൊക്കെ പഠിച്ച തലമുറ ആ തലമുറ അല്ല ഈ തലമുറ എല്ലാം കൊണ്ടും സൗകര്യം സുഖവും എല്ലാം ആണ് അതൊക്കെ നമ്മൾ ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമ്മളതെല്ലാം വിളിച്ചറിയും എല്ലാതും ഉണ്ടായിട്ടും പഠിക്കണില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും പക്ഷെ ഇത്രയൊക്കെ പഠിച്ച് മക്കളെ ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കുമ്പോൾ നമ്മൾക്ക് എന്താ പറയല്ലേ ഓരോ മക്കളും വ്യത്യസ്തമാവും എന്നാലും ജയിച്ച് നല്ല ബുദ്ധി കൊടുത്ത് വീണ്ടും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രം കാരണം നമ്മള് അമ്മേന്റെ പൈസയാണ് മുട്ടായി വാങ്ങിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും കൊടുക്കണം ഞാൻ എന്റെ എന്താ ഉമ്മ തരുമോ എല്ലാരും പറയലുണ്ട് ഉമ്മ അപ്പൂസിന് കൊടുക്കണം പക്ഷെ ഓന് ഇഷ്ടമല്ല ഉമ്മ ഛർദിക്കും കേട്ടോ കാര്യമാണ് വിജയിച്ച എല്ലാ കുട്ടികൾക്കും നമ്മളെ കുട്ടീനെ മാത്രം എടുത്ത് പറയല്ല വിചാരിച്ച എല്ലാ കുട്ടികൾക്കും നമ്മളെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് തുടർന്ന് നല്ല ഉയർച്ചയ്ക്കുള്ള ചവിട്ടുപടിയായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കയറി പോണം +1 മുതൽ അപ്പൂസേ ഫോണ് മേടിച്ചൊന്നു ഗെയിം കളിക്കാനുള്ളതല്ല പഠിക്കാനുള്ളതാണ് കേട്ടോ മനസ്സിലായോ നീ കാണിച്ചു കൊടുക്ക ശരിക്കും ഫോണ് ഓപ്പൺ ആക്കിയോ ഇത് അപ്ഡേഷൻ ചെയ്യണ്ട പുതിയതല്ലേ പുതിയ ഫോണല്ലേ അത് എന്താന്ന് എനിക്കറിയില്ല ഇനിയുള്ള റിപ്പയറിംഗ് ഞാനും കൂടി ഇത്ര വിലക്കുള്ള ഫോൺ മേടിച്ചിട്ടില്ല അത്യാവശ്യം നല്ല വില നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണാട്ടോ എന്തെങ്കിലും രണ്ട് വർത്താനം സന്തോഷമായി പറഞ്ഞോളാം പറ അങ്ങനെ എന്നോടല്ല ഇതിൽ പറഞ്ഞു അങ്ങനെ പറയും എല്ലാവർക്കും അച്ഛനോട് സന്തോഷം പറയുന്ന ആദ്യം ടീച്ചറോട് പറയണം പിന്നെ എല്ലാരോടും പറയും അപ്പൊ അങ്ങനെ പറയും ഈ വാക്കിട്ട് അവന് ഇടങ്ങേറാണ് എല്ലാരോടും പറഞ്ഞതാ അപ്പൊ ഞങ്ങളൊന്നൊന്ന് റെഡി ആവട്ടെ ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ പറയട്ടെ റിലാക്സ് ആവട്ടെ അല്ലേ റിലാക്സ് ആവട്ടെ അപ്പൊ ഫോൺ ഇഷ്ടമായി ഞങ്ങൾക്ക് കുത്തിയേക്കണ്ടേ 100% ചാർജ് ആവണം കേട്ടോ സിമ്മയിൽ ഇട്ടിട്ടില്ല പിന്നെയും പറയാണ് കളിക്കാനുള്ളതല്ല കേട്ടോ പഠിക്കണം തുടർന്ന് പഠിച്ച് ജോലി നേടാന്നുള്ളത് ഉയരട്ടെ എങ്ങനെ ഉയരട്ടെ മാനിപ്പാക്ക് കൊടുക്കേ പണിയേറി വരികയാണ് സമ്മാനം കിട്ടിയിട്ടുണ്ട് അച്ഛൻ്റെ അടുത്തുനിന്ന് പറഞ്ഞെടുത്താ
പോണോ മോനെ ഇരുന്ന് കളിക്കല്ലെങ്കില് കരുതിയിട്ടുള്ളൂ ഇങ്ങനെ സ്റ്റാറ്റസിൽ ഇങ്ങനെ ഒരു നമ്പറിലേക്ക് കോൾ വന്നു എനിക്ക് 100 എന്റെ ലാസ്റ്റ് നമ്പർ അപ്പൊ ഞാൻ കൊടുക്കടാ കുട്ടിയാണ് ലാസ്റ്റ് ഈ മുട്ടായി കൊണ്ടാ നമുക്ക് നല്ല വാങ്ങിക്കൊണ്ടോ പഠിച്ചോ അത് മതി അല്ലേ കൊടുക്കില്ല അമ്മ കൊടുക്കുക അമ്മ കൊടുക്കുക ഇജ്ജ് കൊടുക്കാനാ പറയണത് രസപ്പെട്ടു ഞമ്മള് പറയണല്ലേ അപ്പൊ രസപ്പെട്ടേ മുട്ടായി എടുക്ക് കുട്ടികൾക്ക് എടുത്തു മുത്തിയമ്മയ്ക്ക് അടച്ചു കുട്ടിച്ചല്ലോ മാളമ്മ ഉണ്ടാവില്ലടാ മാളമല്ലേ എത്ര ഉണ്ട് 9 9+ അപ്പൂസിന്റെ ഒപ്പാണ് കേട്ടോ അതിയ അങ്ങനെ വേണം പോലെ മുട്ടായി തട്ടോ മുട്ടായി ഉണ്ട് മുട്ടായ്മ മാത്രം നോക്കൂല കേട്ടോ. അപ്പൂസെ എന്താ മേടിച്ചെന്ന് പറഞ്ഞു കൊടുക്ക്. കൊണ്ടുവരേ കാണട്ടെ. എവിടെ റിസൾട്ടാണ്? റിസൾട്ട് 3:30 ഇതാണ് പുതിയത്. പെട്ടെന്ന് അവൾ പോയി കണ്ടിരുന്നത്. അടിപൊളി. നല്ല തിരക്കായിരുന്നു കേട്ടോ. എല്ലാരും വന്നു റിസൾട്ട് അറിഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നമുക്ക് അതിലേറെ സന്തോഷം സങ്കടം എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു. മുട്ടായി വാങ്ങിയതൊക്കെ കഴിഞ്ഞു. വേറെ മുട്ടായി കൊണ്ടുവന്നുണ്ട്. നാസറാക്കാൻ്റെ വീട്ടിൽ കൈക്കൂടെയൊക്കെ പോകാനുണ്ട് കേട്ടോ. എല്ലാവർക്കും കൊടുക്കണം മുട്ടായി. അപ്പോൾ എല്ലാവരും ചിലരറിയാം മുട്ടായി ഒതുക്കാൻ പറ്റൂലെന്ന്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കൊടുക്കട്ടെ. ഇനി ചേച്ചിമാരെ വരവ് എല്ലാവരുടെ വരവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണ്. എല്ലാവരും അപ്പൂസ് ചെയ്യുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അതാണ് പതി ശരിയായി. നിങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ വരട്ടെ. ഓനങ്ങനെ എന്താ വിട്ട് നിൽക്കട്ടോ. അത് നോക്കണ്ട. ഓന് കുഴപ്പമില്ല. ഓനാദ്യമേ കുഴപ്പമില്ല. അമ്മക്ക് ഇനി കുഴപ്പമൊന്നും എന്താ ആവുമെന്നുള്ളൊരു എന്താ വെച്ചാൽ ചെറുപ്പം തൊട്ട് ഒരു 6ാം ക്ലാസ് മുതൽ അപ്പൂസിനെ എല്ലാവരും അറിയണല്ലേ, വീഡിയോ കാണുന്ന ആൾക്കാര്. അപ്പം എല്ലാവരോടും ഞങ്ങൾക്ക് സന്തോഷമായി, നിങ്ങൾക്ക് സന്തോഷമായി. നമുക്ക് വേണ്ടി എത്ര ആൾക്കാരെ വിളിച്ചു. കുറെ ആൾക്കാരെ നമുക്ക് വാട്സാപ്പ് നമ്മളെ നമ്പറിലുള്ള കുറെ ആൾക്കാരെ നമ്മളെ വിളിച്ച് തന്നെ വർത്താനം അന്വേഷിക്കണേ. എന്തായി അതിന്റെ മുന്നേ തന്നെ പറയാൻ തുടങ്ങിയില്ലേ എന്തായി. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അപ്പൂസിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ച എല്ലാവർക്കും നല്ല ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നന്ദി പോലൊന്നും തീരൂല, എന്നാലും സപ്പോർട്ടാക്കി ഇത്രയും കൊണ്ടെത്തിച്ച് ഇവിടുന്ന് അങ്ങോട്ടും തുടർന്ന് നമ്മളെ എല്ലാരും പറയണ്ടല്ലോ നല്ലതായി പഠിക്കണം. കുറെ വാട്സപ്പിലൊക്കെ വരുന്നുണ്ടല്ലോ, ഒരു കമന്റിൽ ഉണ്ടായിരുന്നുണ്ട്. ഇനിയിപ്പോ ഞങ്ങൾക്ക് എന്താ വെച്ചാ നാസറാക്കാൻ്റെ അതിനെ പോകണ്ട്, ചൂട്ടായൊക്കെ അവിടെ കൊടുക്കാണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ഏകദേശം എല്ലാ വീട്ടിലും കൊടുത്ത് ഞാൻ പോയി വരാം ആ സോഫയിൽ. അപ്പം എന്നാല് നാളെ നമ്മൾക്ക് നല്ല വിശേഷമൊക്കെ ഉണ്ടാവും. ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പൊ എല്ലാരും ചോദിക്കണ്ടേ ഇവിടെ അച്ഛനെ കൊടുക്കാനുള്ളത് അല്ലേ? അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നാളെ പറഞ്ഞുതരാം. ഇപ്പൊ തിരക്കാണ്. അപ്പൂസ് നേരിട്ടാ പറഞ്ഞുതരാം. ഞാൻ സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൂസ് നേരിട്ടാ പറഞ്ഞുതരാം. കുറച്ചുകൂടെ ആരെങ്കിലും കൊടുക്കാം. അപ്പൊ ഇനി നാളെ കാണാട്ടോ. ഇന്നത്തെ ചെറിയ വിശേഷമാണ്. വളരെ സന്തോഷം എല്ലാവർക്കും. കാത്തിരുന്ന എല്ലാവർക്കും. ബൈ.